വയ്ക്കാൻ കഴിയുകയും ഭഗവത് കൃപയാൽ ഒരു സാധാരണക്കാരന് പോലും അത്യുന്നത ആത്മീയ പരിപൂർണതയുള്ള പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്താനാവും. അത്തരം ആത്മീയ പരിപൂർണത പരിമിതങ്ങളായ ഭൗതിക യോഗ്യതകളിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് ആത്മാർത്ഥമായ അതീന്ദ്രിയ സേവന ശ്രമ ചെയ്തികളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 39. പ്രീതോഹമസ്തു ഭദ്രം ദേ ലോകാനാം വിജയേച്ഛയാം യദ് അസ്തൗഷീർ ഗുണമയം നിർഗുണം മാ അനുവർണയൻ. പ്രീതോഹമസ്തു ഭദ്രം ദേ ലോകാനാം വിജയേച്ഛയാം യദ് അസ്തൗഷീർ ഗുണമയം നിർഗുണം മാ അനുവർണയൻ. പ്രീതോഹമസ്തു ഭദ്രം ദേ ലോകാനാം വിജയേച്ഛയാം യദ് അസ്തൗഷീർ ഗുണമയം നിർഗുണം മാ അനുവർണയൻ. പ്രീത പ്രസന്നമായി, അഹം ഞാൻ തന്നെ, അസ്തു അത് അങ്ങനെ ആയിരിക്കട്ടെ, ഭദ്രം എല്ലാ ആശീർവാദങ്ങളും, തേ താങ്കൾക്കായി, ലോകാനാം ഗ്രഹങ്ങളുടെ, വിജയ മഹത്വീകരിക്കുന്നതിന് വേണ്ടി, ഇച്ഛയ താങ്കളുടെ ആഗ്രഹത്താൽ, യത് അത്, ഏത്, അസ്തൗഷി വേണ്ടി താങ്കൾ പ്രാർത്ഥിച്ചു, ഗുണമയം എല്ലാ അതീന്ദ്രിയ യോഗ്യതകളും വിശദീകരിക്കുന്ന, നിർഗുണം എല്ലാ ഭൗതിക യോഗ്യതകളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാണെങ്കിലും, മാ എന്നെ, അനുവർണയൻ മനോഹരമായി വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. വിവർത്തനം. ഭൗതികവാദികൾക്ക് ഭൗതികങ്ങളായി തോന്നിയേക്കാവുന്ന എന്റെ അതീന്ദ്രിയ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ നടത്തിയ വർണ്ണനകൾ എന്നെ അതീവ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. സ്വന്തം പ്രവർത്തനങ്ങളാൽ സർവഗ്രഹങ്ങളെയും മഹത്വപൂർണങ്ങളാക്കാനുള്ള താങ്കളുടെ ഇച്ഛയ്ക്ക് ഞാൻ എല്ലാ ആശീർവാദങ്ങളും നേരുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ കെ ജെ. ഒരു പരിശുദ്ധ ഭക്തനായ ബ്രഹ്മാവും അദ്ദേഹത്തിന്റെ രീതിയിലുള്ള പാരമ്പര്യ ശിഷ്യത്വം നേടിയ മറ്റുള്ളവരും ഭഗവാൻ സർവ്വലോകങ്ങളിലുമുള്ള സർവ്വ ജീവസത്തകളാലും അറിയപ്പെടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. നിർവ്യക്തവാദികൾ ചിലപ്പോൾ ഭൗതിക വൈശിഷ്ട്യങ്ങളുടെ മൂർത്ത സങ്കല്പത്തിൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരുടെ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിലുള്ള തന്റെ അതീന്ദ്രിയ യോഗ്യതകളെ പ്രകീർത്തിക്കാത്തവയാകയാൽ ഭഗവാനെ സന്തുഷ്ടനാക്കുകയില്ല. സകല ജീവസത്തുക്കളോടും ദയാലുവാണെങ്കിലും ഭഗവാന് തന്റെ പരിശുദ്ധ ഭക്തന്മാർ കൂടുതൽ പ്രിയപ്പെട്ടവരായിരിക്കും. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഗുണമയം എന്ന വാക്ക് ഭഗവാനിൽ കുടികൊള്ളുന്ന അതീന്ദ്രിയ യോഗ്യതകളുടെ സൂചനയാകയാൽ സാരഗർഭമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ 38-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ബ്രഹ്മാവിന്റെ സ്തുതി കേട്ട് വളരെയധികം സന്തോഷിച്ചു. ബ്രഹ്മാവിന് അനുഗ്രഹം കൊടുക്കുന്നതാണ് ഇത്. ഇതില് അല്ലയോ ബ്രഹ്മാവേ, എന്നെ കുറിച്ചുള്ള സ്തുതി വളരെ ഭംഗിയായി തന്നെ അങ്ങ് ചെയ്തു. അപ്പൊ ഈ ബ്രഹ്മാവിന്റെ സ്തുതിയിലൂടെയാണ് നമ്മൾ ഭഗവാന്റെ ഈ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ബ്രഹ്മാവിന്റെ സ്തുതി കേൾക്കുമ്പോഴാണ് ഭഗവാനെ കുറിച്ചൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാകാൻ പറ്റി. ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെല്ലാം ആ സ്തുതിയിലുണ്ട്. ഭഗവാനെ മനസ്സിലാക്കാനും ഇതിലും കൂടെ നമുക്ക് സാധിച്ചു. ബ്രഹ്മാവ് ഇത്രയും നാൾ ഏകാഗ്രമായി അനുഷ്ഠിച്ച തപസ്, ഭഗവാനുള്ള ദൃഢവിശ്വാസം, ഇവയെല്ലാം ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്തിന് കാരണമായി. ഭഗവാന്റെ അതീന്ദ്രിയമായ ഭക്തിയുടെ സേവകനാകാൻ ഒരാൾ ഇച്ഛിക്കുമ്പോൾ ഭഗവാൻ തന്നെ ഗുരുവായി അവിടെ പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ചൈത്യഗുരുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 4 ഗുരുക്കന്മാരുണ്ട്. അതായത് വർത്തമ പ്രദർശ ഗുരു, അതാണ് ആ ഗുരുവാണ് നമ്മളൊക്കെ ഭക്തിയിലോട്ട് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തി. പിന്നെ ഈ ശിക്ഷാഗുരു ആണ് നമുക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്നു, ജപത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു ഒക്കെ ശിക്ഷാഗുരു. ദീക്ഷാഗുരു നമുക്ക് മന്ത്രദീക്ഷ നൽകുന്നു. ഈ ചൈത്യഗുരു ആണ് നമുക്ക് പരമാത്മാവായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. ഭഗവാന് എല്ലാവരോടും ഒരുപോലെ ദയാലുവാണെങ്കിലും തന്റെ ഭക്തന്മാരോട് കൂടുതൽ കരുണയുണ്ട്. അപ്പം ഈ ചൈത്യഗുരു എല്ലാവരിലും ഉണ്ടെങ്കിലും ഈ ഭക്തന്മാരല്ലാത്തപ്പോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാക്ഷി രൂപത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഭക്തിയിലോട്ട് പ്രവേശിക്കുമ്പോൾ, ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഈ ചൈത്യഗുരു നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും തരും. ഓരോ ഭഗവാനെ അറിയാൻ വേണ്ടി
നമ്മളിപ്പം തന്നെ ഈ സത്സംഗത്തിൽ വന്നേക്കുന്ന ഒരു ഗുരുവിനെ കിട്ടി ഈ ജപിക്കുന്നു, ഇതൊക്കെ ചൈത്യഗുരു നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തരുന്നു, ഭക്തിയിൽ പ്രവേശിക്കാനുള്ള ഓരോ സാഹചര്യങ്ങൾ തരുന്നു. ഇതൊക്കെ ചൈത്യഗുരുവാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന സമയത്ത് ഓരോ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതൊക്കെ ചൈത്യഗുരു. ഭക്തിയിൽ പ്രവേശിക്കുമ്പോൾ ചൈത്യഗുരുവിന്റെ ഹൃദയത്തിൽ ഇരുന്ന പരമാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ആ ചൈത്യഗുരുവിന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നുണ്ട്. ഒരാള് എന്തുവാ ഭഗവത് കൃപയിൽ സാധാരണക്കാരന് പോലും അത്യുന്നതമായ ആത്മീയ പരിപൂർണതയുള്ള പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഒരു ആത്മാർത്ഥമായ അതീന്ദ്രിയ സേവനങ്ങളിലൂടെ അതെല്ലാം സാധിക്കുന്നു. അതായത് ഭഗവാന്റെ ഒരു ഗൈഡൻസ് അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ചൈത്യഗുരു നമ്മളെ സഹായിക്കുന്നതായിട്ട് പറയുന്നു. പിന്നെ ഒരു പരിശുദ്ധ ഭക്തന് നിർഭക്തിയവാദികളാണെങ്കിൽ ഭഗവാൻ ഒരു നാരായണനായിട്ട് കരുതുന്നു. വ്യക്തി രൂപത്തിലല്ല അവര് പ്രാർത്ഥിക്കുന്നത്. അത് ഭഗവാന് പരമദിവ്യോത്തമമായ പുരുഷനെ നാരായണനായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഭഗവാൻ അവരുടെ പ്രാർത്ഥനകൾ ഒരു യഥാർത്ഥത്തിലുള്ള തന്റെ അതീന്ദ്രിയ യോഗ്യതകളെ പ്രകീർത്തിക്കാത്തവയാകയാൽ ഭഗവാൻ അത് സന്തുഷ്ടനാകുന്നില്ല. സകല ജീവസത്തകളോടും ദയാലുവാണെങ്കിലും ഭഗവാൻ ഒരു പരിശുദ്ധ ഭക്തന്മാരോട് കൂടുതൽ പ്രിയപ്പെട്ടവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഇതിന്റെ കൂടുതൽ പറയാനായിട്ട് ശ്രീദേവി മാതാജിയെ ക്ഷണിക്കാം. ഹരേ കൃഷ്ണ.